നായയെ നായകനാക്കുന്നതാര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്നും ഒരു വൃദ്ധൻ നായയുടെ ആക്രമണത്താൽ അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇന്നും കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി പറയുന്നത് കുഴപ്പം കേരളത്തിലെ സർക്കാർ സംവിധാനത്തിനാണ്, തുടർച്ചയായി ഈ നായകളെ അങ്ങോട്ട് ആക്രമിച്ച് ഇല്ലാതാക്കുന്ന കേരളീയ സമൂഹത്തിനാണ്, അതിന് മുൻകൈ എടുക്കുന്നവർക്കെതിരെ കാപ്പ ചുമത്തണമെന്നാണ്. എന്താണ് ഏറ്റവും കരണീയമായ വഴി? അല്ല, വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ ജനങ്ങളിപ്പോൾ ജീവിക്കുന്നത്. മേനകാ ഗാന്ധിയുടെ പ്രസ്താവന വളരെ നിരുത്തരവാദപരമായ കാര്യം. ഉത്തരവാദിത്വപ്പെട്ടൊരു സ്ഥാനത്തിരുന്നു കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെയും മനസ്സിലാക്കാതെയും നടത്തുന്ന പ്രസ്താവനയ്ക്കാണ് നിരുത്തരവാദപരമായ പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് അവർ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ തെരുവുനായ്ക്കളെ ആക്രമിക്കാനായിട്ട് ആരും അങ്ങോട്ട് പോയിട്ടില്ല. ഇന്നിപ്പോൾ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, 90 വയസ്സായ ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ വരാന്തയിൽ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ചു, അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു. അപ്പോൾ രാത്രിയിൽ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ ഇവിടെ വന്നിരിക്കുന്നു. മാത്രമല്ല, മാതാവിനോടൊപ്പം തൊട്ടടുത്ത് കളിച്ചുകൊണ്ടിരുന്ന 2 വയസ്സ് പ്രായമായ ഒരു കുഞ്ഞിനെ നായ മാരകമായി കടിച്ചു പരിക്കേൽപ്പിച്ചു. അപ്പോൾ അങ്ങോട്ട് നായയെ ആക്രമിക്കാൻ ആര് ചെന്നു എന്നാണ് പറയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാതെയാണ് മന്ത്രിയിൽ നിന്ന് ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവന വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഇല്ല. മഹാത്മാഗാന്ധിയാണ് ലോകം കണ്ട ഏറ്റവും വലിയ അഹിംസാവാദി. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരിക്കൽ ഒരു പാമ്പ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെ കടിക്കാൻ വരുമ്പോൾ പറയുന്നുണ്ട്, ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ നമ്മളെ ആക്രമിച്ച് നമ്മളെ കൊല്ലും, നമ്മുടെ ജീവൻ അപായപ്പെടുത്തുമെന്ന് ബോധ്യം വന്ന ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, പാമ്പിനെ തല്ലിക്കൊല്ലാമെന്ന് മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഹിംസാ സിദ്ധാന്തത്തിൽ അടിയുറച്ചു നിന്ന, ജീവിതകാലം മൊത്തം തൻ്റെ ജീവിതമാണ് തൻ്റെ സന്ദേശമെന്ന് പറഞ്ഞ് അത് പ്രാവർത്തികമാക്കിയ ശ്രീ മഹാത്മാഗാന്ധിക്ക് പോലും ഒരു വ്യക്തിയുടെ ജീവൻ അപായപ്പെടുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ ഒരു ജീവിയെ കൊല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇന്ന് തന്നെ ഈ നായ കടിച്ചു കൊന്ന സന്ദർഭത്തിൽ തന്നെ പറയാം, എല്ലാം ജീവനാണല്ലോ. മനുഷ്യൻ്റെ ജീവനാണ്, പ്രാണികളുടെ ജീവനാണ്, മൃഗങ്ങളുടെ എല്ലാം ജീവനാണ്. ജീവനെല്ലാം തുല്യ വിലയാണ്. ഇന്നിപ്പോൾ പക്ഷിപ്പനി വന്നു. എന്തുകൊണ്ടാണ് പക്ഷിപ്പനി വന്നപ്പോൾ പച്ച ജീവനോടുകൂടി താറാവിനെ ചുട്ടുകൊല്ലുന്നു? എന്തിനെ ചുട്ടുകൊല്ലുന്നത്? അപ്പോൾ പക്ഷിപ്പനി സ്വാഭാവികമായി മനുഷ്യരിലേക്ക് വ്യാപിക്കുമെന്നും അങ്ങനെ വ്യാപിച്ചാൽ ഗുരുതരമായ അപകടം മനുഷ്യനുണ്ടാകുമെന്നും കണ്ടുകൊണ്ടാണ് ആ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പ് ഇന്ന് കൂട്ടം കൂട്ടമായി താറാവുകളെ കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉച്ചതൊട്ട്. അപ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ്റെ ജീവനെ അപകടപ്പെടുത്തുന്ന എല്ലാം നമുക്ക് അപകടകരമായ ഒന്നാണ്. അതുകൊണ്ട് നായയെ കൊന്നു തന്നെ തീരണം, വന്ധ്യകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപകടകാരിയായ ആക്രമണകാരികളായ നായയെ കൊല്ലുക തന്നെ വേണം. അതിന് ഒരു ദാക്ഷിണ്യവും അക്കാര്യത്തിൽ പാടില്ല. ശരി. ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ കെ നാരായണക്കുറുപ്പ്, ഇന്നും ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. ഒരു 2 വയസ്സുകാരിയെയും നായ ആക്രമിച്ചിരിക്കുകയാണ്. നാം എന്ത് ചെയ്യണം? അതെ, നിങ്ങൾ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നായയെ പ്രതികൂട്ടിലാക്കാനായിട്ട് എവിടെയെങ്കിലും പോയിട്ട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. അത് ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. 90 വയസ്സുള്ള ഒരാൾ മരിച്ചു എന്നുള്ളത്. ആ 90 വയസ്സുള്ള ആള് വരാന്തയിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ നായ കടിച്ചു എന്ന് ആരോ പറയുന്നു. അപ്പൊ അതിനെ തുടർന്ന് ഇന്നലെ കടിച്ച ആൾ ഇന്ന് മരിക്കുന്നു. ആ സംഭവത്തിന് എങ്ങനെ നായ്ക്കളെ ഉത്തരവാദികളാക്കാൻ പറ്റും? ഇന്നലെ നായ കടിച്ചാൽ ഇന്ന് ഒരിക്കലും ഒരാൾ മരിക്കില്ല. അതിന് ഇൻക്യുബേഷൻ പീരീഡൊക്കെ ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇതിൽ വേറെ നായ്ക്കെതിരെ വാദിക്കാൻ വരുന്നത് ഇതിനെപ്പറ്റിയൊന്നും പഠിക്കേണ്ട നേരെ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങ് പറയുക. അപ്പൊ 90 വയസ്സുള്ള ആൾക്ക് മറ്റ് കോമോർബിഡ് കണ്ടീഷൻസ് എന്ന് പറയും മെഡിക്കൽ ലാംഗ്വേജിൽ. മറ്റ് പല സുഖങ്ങളുള്ള ആളായിരിക്കും അയാൾ, വരാതെ കിടക്കുന്ന ആള്. അങ്ങനെയുള്ള ആള് ഇന്നലെ നായ കടിച്ചു ഇന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും 1% പോലും നായ്ക്കളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പ്ലീസ്, അത് എല്ലാവരും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തിനും ആര് മരിച്ചാലും എന്നാൽ നായ്ക്കളുടെ പേര് കിടന്നോട്ടെ, അക്കൗണ്ടിൽ കിടന്നോട്ടെ എന്നുള്ള ആ ഒരു വാസന ഉണ്ടല്ലോ, അത് ആദ്യം തന്നെ നമ്മൾ മാറ്റണം. അത് ശരിയാകൂല. ശ്രീ നാരായണക്കുറുപ്പ്, ഇന്നിപ്പോ ഈ നായ കടിച്ചു എന്നതൊരു സത്യം തന്നെയാണ്. ദൃക്സാക്ഷികളുണ്ട്. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെയും സ്ഥിതി മോശമായപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. ഇവിടെ സർ ആദ്യം മുഖത്തും പിന്നെ ഈ നെഞ്ചിന്റെ ഭാഗത്തും കാലിലും ഒക്കെയാണ് കടിയേറ്റത്. വല്ലാതെ ചോര പോയിരുന്നു. അവിടെ മുതലാണ്
ഈ 90 വയസ്സുകാരന് അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണെങ്കിൽ പ്രിവെൻറ്റീവ് ക്ലിനിക്, പ്ലാസ്റ്റിക് സർജറി, ന്യൂറോ സർജറി, ഒഫ്താൽമോളജി, ENT വിഭാഗങ്ങൾ സംയുക്തമായി ശ്രമിച്ചു ജീവൻ രക്ഷിക്കാൻ, എന്നിട്ടും കഴിയാതെ വന്നു. അടിയന്തര കാരണം അടുത്തടുത്ത് സംഭവിച്ച 2 ഹൃദയാഘാതമാണ്. പക്ഷെ അതിലേക്ക് നയിച്ചത് അതുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് വിഷമമാണ്. ഞാൻ 10-50 കൊല്ലമായിട്ട് ഞാൻ മെഡിക്കൽ ലിറ്ററേച്ചർ വായിക്കുന്ന ആളാണ്. ഇപ്പൊ നായകടിയെ തുടർന്ന് അഫ്കോഴ്സ് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറായിട്ട് വേണമെങ്കിൽ പറയാം. അതല്ലാതെ തന്നെ ഈ 90 വയസ്സ് പ്രായമായിട്ടുള്ള ആൾക്ക് ഹൃദയാഘാതം ഉണ്ടാക്കാനായിട്ട് ഈ കടി വേണ്ട, അത് മനസ്സിലാക്കണം കേട്ടോ. 90 വയസ്സുള്ള ആൾക്കൊരു ഹൃദയാഘാതം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നായകടി മൂലമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല സാർ, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ അതിലേക്ക് എത്തിക്കുന്ന അവസ്ഥയുണ്ടായതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ നായ ആക്രമിച്ചതിൽ നിന്നാണ്. അതിപ്പോ അങ്ങനെ വരാമായിരിക്കാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നായകടി ഏറ്റ കടയെ അത് അറസ്റ്റ് വരണം എന്ന് വെച്ചാൽ അറസ്റ്റ് അപ്പൊ തന്നെ വരണം. അറസ്റ്റ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അറസ്റ്റ് വരാം, കാർഡിയാക് അറസ്റ്റ്. ഞാൻ പഠിച്ചിട്ട് ഒരു കാര്യം കൂടി സാർ, ഇപ്പോ ഈ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ കുറച്ചുനാൾ മുൻപാണ് ശീലുവമ്മ എന്ന ഇതുപോലെ തന്നെയുള്ള ഒരു വൃദ്ധയെ രാവിലെ നായ്ക്കൂട്ടം ആക്രമിച്ചത്. അപ്പോഴും ജീവഹാനി സംഭവിച്ചു. അതോ സാർ? അതിനെ ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞത് അതിന്റെ വസ്തുതകളൊക്കെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാക്കി. നമ്മൾ ഈ ടെലിഫോണിൽ കൂടെയും മറ്റേയൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ അവിടെ ഇപ്പത്തെ ഇത് വരാന്തയിൽ കിടന്ന ഒരാളെ കടിച്ചു, പിന്നെ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടു കൂടി ഒരു വൃദ്ധയെ കടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഫാക്ട്സ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു മറുപടി പറയാനായിട്ട് ഞാൻ ധാരാളം റോട്ടിലൂടെ സഞ്ചരിക്കുന്ന ആളാണ്. ഇപ്പോഴും ആൾക്കാർ വെറുതെ പറയുന്ന കാറിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്കൊന്നും നായ്ക്കളുടെ കാര്യം എന്ന് പറയാം എനിക്ക് നല്ലോണം അറിയാവുന്ന. എനിക്ക് ഇതുവരെയായിട്ട് അതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അവരെ പ്രൊവോക്ക് ചെയ്യാണ്ട് എന്റെ വീടിന്റെ മുമ്പിൽ വെച്ച് തന്നെ 2-3 നായ്ക്കൾ വെക്കുന്നു. അപ്പണ്ട് ഞാൻ വാച്ച് ചെയ്തോണ്ടിരിക്കുക, ഒരു മോട്ടോർ സൈക്കിൾ അതിലെ പോയി. അത് അവിടെ വന്നപ്പോൾ അതിന്റെ ശബ്ദം കൂടിയ മോട്ടോർ സൈക്കിളാണ്, നിയമവിരുദ്ധമായിട്ടുള്ള സൈലൻസറാണ്. ആ നായ്ക്കളുടെ അടുത്തെത്തി അവരുടെ സ്വഭാവം അങ്ങോട്ട് മാറി. ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ പിന്നാലെ കുറച്ചുകൊണ്ട് ചെന്നു. ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെട്ടു പോയി. അപ്പൊ പല കേസുകളിലും നായ്ക്കളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പല കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് കാണും. നായ്ക്കളെ ഉപദ്രവിക്കും, അവരെ പ്രൊവോക്ക് ചെയ്യും, ശബ്ദം കേൾപ്പിക്കും, ഇങ്ങനെ പല ഫാക്ടേഴ്സും കാണും. പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ട് അവര് പട്ടിണി ഒന്നും കഴിക്കാണ്ടൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ തെരുവുനായ്ക്കള് എങ്ങനെ ഉണ്ടായി എന്നുള്ള പ്രാഥമിക ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നമുക്കൊരു കാര്യത്തിലേക്ക് ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ട്. സാർ, അങ്ങ് ഹൈക്കോടതിയിൽ ന്യായാധിപനായിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ന്യായാധിപനായ ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് സിരിജഗൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോ എന്തൊക്കെയാണ് ഇതിന്റെ പോംവഴികളെന്ന് നിർദ്ദേശിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഒരു 3 അംഗ സംഘവും പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം അതിന്റെ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ തോതിൽ സാമൂഹ്യ ജീവിതത്തെ അരക്ഷിതമാക്കുന്ന തരത്തിൽ സംഖ്യാവർധന ഉണ്ടായിട്ടുണ്ട് തെരുവ് നായ്ക്കൾക്ക്. അതൊരു സംഖ്യാവർധനയുടെ പ്രശ്നമായി മാത്രമല്ല, സാമൂഹ്യ അരക്ഷിതാവത്തിന്റെ പ്രശ്നമായിട്ടാണ് അദ്ദേഹം നേരിട്ട് തെളിവെടുത്തുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇല്ല, എത്രത്തോളം തെളിവെടുത്തിട്ടുണ്ടെന്നുള്ളതും എനിക്കറിയില്ല. ആ ജഡ്ജിയുടെ തെളിവെടുപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഒരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ തെരുവുനായ്ക്കളൊക്കെ ആവശ്യം. അവര് ഒരു സ്ഥലത്ത് ഹാബിറ്റാറ്റ് ഒരു ആക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ രാത്രി മറ്റേ അവിടെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ കുറയ്ക്കും, ജനങ്ങളൊക്കെ അറിയും. അപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് വന്ന് അവിടെ രംഗപ്രവേശം ചെയ്യാനൊന്നും പറ്റില്ല. ഒരു പരിധിവരെ തെരുവുനായ്ക്കള് സാമൂഹ്യത്തിന് സേവനമാണ് നൽകുന്നത്, ഫ്രീ ആയിട്ടുള്ള സെക്യൂരിറ്റി. അപ്പൊ ഇതിനൊക്കെ വരുമ്പോൾ ഞാൻ പത്രത്തിൽ വായിച്ചത് ജഡ്ജിയുടെ റിപ്പോർട്ട് തെരുവുനായ്ക്കളെയൊക്കെ പെട്ടെന്ന് ഒക്കെ തീർക്കണം, ഉന്മൂലനാശനം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് എനിക്ക് 1% പോലും യോജിക്കാൻ പറ്റില്ല. ഐ എം വെരി സോറി വിത്ത് ദാറ്റ്. ഒരല്പം നേരം കൂടി താങ്കൾ ഈ ചർച്ചയോട് സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ഇപ്പോൾ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയും ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ CR നീലകണ്ഠൻ, അങ്ങോട്ട് പ്രകോപിപ്പിച്ചാലേ തെരുവ് നായ ഇങ്ങോട്ട് ആക്രമിക്കൂ. ഇനി ജീവഹാനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ കാരണം ഇതല്ല. ഇത്തരം വാദഗതികൾ പിൻബലമുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ? ഇത്തരം വാദഗതികൾ പൂർണ്ണമായി അംഗീകരിക്കാനാവില്ല. ഞാനതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം നായ, ഞാനിപ്പോൾ കാണുന്നത് പോലെ ഒരു സാധാരണ മൃഗത്തെ പോലെ നായയെ ഞാൻ കാണുന്നില്ല. ഒരു പകുതി മനുഷ്യനാണ് നായ. നായയുടെ ഒരു പ്രത്യേകത കഴിഞ്ഞ് കുറേ കാലമായി നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു
സാധാരണ മൃഗങ്ങൾ മറ്റൊരു മൃഗത്തെ അല്ലെങ്കിൽ മറ്റൊരു ജീവിയെ ആക്രമിക്കുന്നത് ഒന്നുകിൽ അതിൻ്റെ മരണഭയം, അല്ലെങ്കിൽ ഭക്ഷണം, അല്ലെങ്കിൽ ഇണ, ഒരു പക്ഷേ രോഗം, ഇതൊന്നുമല്ലാതെ മറ്റ് ജീവികളെ ആക്രമിക്കുന്നൊരു സ്വഭാവം ഇന്ന് തെരുവ് നായകൾക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് മനുഷ്യൻ്റെ മാത്രം സ്വഭാവമാണ്. മനുഷ്യൻ മാത്രമേ ഒരാവശ്യമില്ലാണ്ട് പോകുന്ന ഒരാൾ ഉപദ്രവിക്കുകയുള്ളൂ, ഒരാവശ്യമില്ലെങ്കിൽ ഉപദ്രവിക്കും. അത് റേപ്പ് അടക്കമുള്ള കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നായയുടെ സ്വഭാവത്തിൽ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പറയുന്നതിനും വലിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ നിരീക്ഷിക്കുന്നു. പക്ഷെ ഒരു കാര്യം, എല്ലാ നായയും വെടിവെച്ച് കൊന്നുകൊണ്ട് നായയുടെ വിഷയം പരിഹരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് പ്രായോഗികവുമല്ല. കാരണം അക്രമകാരികളായ നായകളെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നായകൾക്ക് ഈ ആക്രമണ സ്വഭാവം വന്നാൽ പിന്നെ അവരെല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങും. അതുകൊണ്ട് വെടിവെച്ചോ ഏതെങ്കിലും രൂപത്തിൽ നായകളെ തൽക്കാലം, പക്ഷെ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടില്ല, തൽക്കാലം പോവും. കാരണം അടിസ്ഥാനപരമായി ഞാൻ ലോകമാകെ മാലിന്യം കൊണ്ടിടും, നഗരം മുഴുവൻ മാലിന്യം നിറയ്ക്കും, എന്നിട്ട് അത് കൊണ്ട് നായ വളർന്നാൽ എനിക്കതിന് ഉത്തരവാദിത്വമില്ല, ആ നായകളെ കൊല്ലണം. നായ പോയാൽ ഞാൻ വിചാരിക്കുന്നത് പെരിച്ചാഴി വരും, എലി വരും, കഴുകൻ വരും, അല്ലെങ്കിൽ കുറുക്കൻ വരും, ഈ പുതിയ ജീവികൾ ഇവിടെ വരും. കാരണം പ്രകൃതിയുടെ ഒരു ബാലൻസാണത്. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു മാറ്റം മാലിന്യ രംഗത്ത് ഉണ്ടാകാതെ ഇത് പരിഹരിക്കാൻ കഴിയില്ല. പക്ഷേ തൽക്കാലം അത് കാത്തിരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അക്രമകാരികളായ നായകളെ കൊല്ലണം, മറ്റ് നായകളെ ഷെൽട്ടറിൽ, കാരണം ഇത് അപകടം സാധ്യതയുള്ളതുകൊണ്ട് ഷെൽട്ടറിലാക്കണം, അതിനെ സംരക്ഷിക്കണം, അതിനെ വന്ധ്യംകരിക്കണമെങ്കിൽ വന്ധ്യംകരിക്കണം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊക്കെ പറയുകയല്ലാതെ ഭരണകൂടങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് അവസ്ഥ. ഇതാണ് ജനങ്ങളെ രോഷാകുലരാക്കുന്നത്. ഇതിന് പരിഹാരം ഭരണകൂടങ്ങൾ പ്രൊയാക്റ്റീവായിട്ട് ഇടപെട്ടാൽ ഇതിന് പരിഹാരം ഉണ്ടാവും. തെരുവ് നായകളെ ഷെൽട്ടറിൽ പാർപ്പിച്ചാൽ എന്താ കുഴപ്പം? എത്രയോ കാശ് ചിലവാക്കണു, അതിന് പകരം ഷെൽട്ടർ നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപകടകാരികളെ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൊല്ലണം, ഇതിന് തീരുമാനമെടുത്താൽ മതി. ഇനി നിയമത്തിൻ്റെ പ്രശ്നം, അപകടകാരികളായ നായകളെ കൊല്ലാമെന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി പാമ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നായയുടെ കാര്യത്തിൽ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ ജീവൻ നഷ്ടപ്പെടുന്ന നായ അണങ്ങി കൊല്ലാമെന്ന്. അപ്പം തീർച്ചയായിട്ടും ഈ ബഹുമുഖ രീതിയിൽ ഇതിനെ കാണണം. കേവലം വൈകാരികമായി കാണുന്ന നായയൊക്കെ കൊല്ലാം എന്ന് പറയുന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. ഒരു നായയും കൊല്ലാൻ പാടില്ല എന്ന അഭിപ്രായത്തോടും എനിക്ക് യോജിപ്പില്ല. അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള, ഇന്ന് ഈ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം വന്നപ്പോൾ ഇവിടുത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി KT ജലീൽ മറുപടി നൽകുകയുണ്ടായി. അദ്ദേഹം ഏത് നിമിഷവും ഈ ചർച്ചയിൽ പങ്കുചേരാൻ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും. ശ്രീ ജലീൽ പറയുകയായിരുന്നു, കേരളത്തിലുള്ള കേന്ദ്രം